ബന്ധമോക്ഷങ്ങൾ കേവൻ വിഷയമാകുന്നതും ബന്ധമോക്ഷങ്ങൾക്കെല്ലാം വിഷയം പരമാത്മാ താൻ തന്നെ അനാദിയമായ ബദ്ധമായി സന്തതം വിഷയനായിരിക്കും ജീവൻ തന്റെ മായാബന്ധത്തെ സാത്വികോപാസനേന പോലെ ന്യായമായി തെളിയണം ജീവൻ എന്നരുൾ ചെയ്തു. വിഷയമാപത്തിന് മൂലമായിക്കൊണ്ടിരിക്കേ വിഷയങ്ങളെ സേവിച്ചിടുവാൻ എന്തു ചൊല്ലുക. ആത്മാവല്ലാതെ ദേഹാദികളിൽ അഹംബുദ്ധി ആത്മനി നിൽക്ക മൂലം രാജസയുക്തം ചിത്തം തന്നാലേ ഗുണധ്യാന കാരണം കാമം ഉണ്ടാം എന്നത് ഗുണാതീതാത്മാവിനെ ധ്യാനിച്ചിട്ട് മാനസേ രജോഗുണം കളഞ്ഞിടണം എന്ന നൂനം എന്നതിൽ ഹംസനക സംവാദത്തെ കേട്ടത് മൂലം അത് കേൾപ്പാനായി ചിച്ചൊരു പുഷ്ടഭക്തനാം ഉദ്ധവരോടങ്ങരുൾ ചെയ്തു. അന്യോന്യം ചേർന്നിരിക്കും വിഷയ മനസ്സുകൾ തന്നോട് വേർപാട് ഏവോ എന്ന നാൻമുഖനോട് സനകാദികൾ ചോദ്യം ചെയ്തതിന് ഉത്തരത്തെ തനിക്ക് തോന്നാൻ എന്നെ സ്മരിച്ചു വിധാതാവൂ. ഞാൻ അപ്പോൾ ഹംസമായിട്ട് അവതാരത്തെ ചെയ്തു. സാനന്ദം ഭയാതീതനായിരിക്കുന്നവരെന്നെ ആശ്രയിച്ചിട്ട് വിഷയമനോവേർപാടതും നിശ്ചയം വരുത്തേണമെന്ന് അരുൾ ചെയ്തവാറും ഹംസ സംവാദം പലതുണ്ട്. അവകളിൽ ഏതു പ്രാധാന്യം എന്ന് ഉദ്ധവർ ചോദിച്ചപ്പോൾ ഭക്തിമാർഗമേ ശ്രേയസ്സാകുന്നതെന്നും ചൊല്ലി പ്രസ്തുത ധ്യാനമാർഗം ചോദിച്ചത് ഉദ്ധവരും പ്രാണവായുവേ ജയിച്ചിട്ട് തൻ ഹൃത്പത്മത്തെ നന്നായി വിലയിച്ച് തന്നുടെ കർണികയ്ക്ക് കാളമേഘത്തിൽ നിറം ചതുർബാഹുക്കളോടും വ്യാളി പര്യങ്കശയം സർവശോഭിത രൂപം ധ്യാനം ചെയ്യുകയും വേണം എന്നതു കേട്ട നേരം ധ്യാനത്താൽ ഫലസിദ്ധി വിദ്വാൻമാർ ദൈവതെല്ലാം കേൾക്കണമെന്നും അണിമാദികൾ കേൾപ്പിച്ചതും ഒക്കെയും തന്നംശമെന്നരുളി ചെയ്തവാറും സർവാംശം തൽസ്വരൂപമഹത്വം ചോദിച്ചതു സർവവസ്തുവിൽ ഗുണാതീതം ജ്ഞാനം ചൊല്ലി ആശ്രമവർണ്ണയുക്തരായവർക്കെല്ലാം ഭക്തി ആശ്രയം. അതുകൊണ്ട് വർണ്ണം ആശ്രമധർമ്മം ഉത്ഭവങ്ങളും അതിൻ ഭക്തി സാധനങ്ങൾ തന്നുത്ഭവം ഇവ അതും ആശ്രമവർണ്ണികൾക്ക് ഭക്തി സാധനമായ കർമ്മം ഇതെന്തെന്നതും വക്തവ്യമായ അരുൾ ചെയ്യുക എന്നതു കേട്ടു. നാനാ വസ്തുക്കൾ തന്റെ ഏകാത്മജ്ഞാനം കാണുക ദൂരമങ്ങ് അതിൻ യുക്തിചിന്തന വിജ്ഞാനവും യുക്തിചിന്തന വിജ്ഞാനവും ലോകങ്ങൾ തന്റെ കർമ്മബഹുത്വം കൊണ്ട് ദൃഢമാകിയ വൈരാഗ്യവും ചരിത ശ്രദ്ധ നാമകീർത്തനം അതും ഭക്തി സാധനം എന്നും ചൊല്ലി ഇത്തരം കേട്ട് ചോദിച്ചിടാൻ ഉദ്ധവരും യമനിയമങ്ങൾ ശമദമ സാധനങ്ങളെ യമമാദികൾ ഹിംസ കൂടാതെ ഇരിപ്പതും ഇന്ദ്രിയ നിഗ്രഹവും ബുദ്ധി തന്നടക്കവും എന്നിവ സമാധികളെന്ന് കേട്ട് അനന്തരം ദോഷവും ഗുണം രണ്ടും ഭേദമായി ചൊൽവൂ വേദം. ഈശനുണ്ട് അതിൽ ദ്വൈത കാരണം വേദമെന്നോ ജ്ഞാനവും ഭക്തി കർമ്മം
മൂന്നിക പുരുഷാർത്ഥ സാധനമാം വിരക്തമായിട്ട് ജ്ഞാനകാന്ഡം കാമിക്ക് കർമ്മ മനഃശുദ്ധി വന്നകക്കാമ്പിൽ കാമം പോകാതെ പരാഭക്തി എന്നതും ചൊല്ലി ജ്ഞാനത്തിന് അഭേദവും കർമ്മത്താൽ ഗുണദോഷ ജ്ഞാനം വൈരാഗ്യ കർമ്മ വിരുദ്ധമല്ല ഭക്തിജ്ഞാനമാം വേഗത്തിനായിക്കൊല്ലി വിധി എന്നും ജ്ഞാന വിഗ്രഹമോ കൃഷ്ണൻ അരുളി ചെയ്തവ തത്വസംഖ്യകൾ പലതായി പറയുന്നത് അത്രയും കേൾപ്പാനായിട്ട് ഇച്ഛിച്ചോരുദ്ധവനായി തത്വങ്ങൾ മായാകാര്യമാകയാൽ പലവിധം യുക്തിമാന്മാരാൽ വിധി എന്നതും അരുൾ ചെയ്തു. പ്രകൃതി പുരുഷന്മാർ ഭേദം ചോദിച്ചു, പിന്നെ സകല ഭേദം തോന്നിച്ചിടുന്നു പ്രകൃതിയും സകല ചൈതന്യാത്മാ സർവകൻ പുമാനെന്നും പ്രകൃതി പുമാൻ രണ്ടും ഏകമെന്നരുൾ ചെയ്തു. ജനന മരണമാം സംസാര ഹേതുക്കളെന്നറിവാൻ ചോദിച്ചത് മാധവനരുൾ ചെയ്തു. കർമ്മസമൂയുത മനസ്സ് ഓരോരോ ശരീരത്തിൽ ചെന്നു വ്യാപിപ്പിച്ചു വിട്ടിടുന്നത് ജനിവൃതി. പൂർവദേഹത്തിൻ തോന്നൽ തനിക്കില്ലാതെയാകും കേവലം മരണവും എന്നതും അറിയതേ. നേരെ പിന്നെയും ഒരു ദേഹം താനെന്നു കണ്ട് കാരണം ധരിപ്പത് ജനനം ഇത് പാർത്താൽ തന്നുടെ പരമാർത്ഥ ജ്ഞാനത്തിൽ ഇവയില്ല എന്നരുൾ ചെയ്തു കേട്ടിട്ട് അഭിമാനത്തെ നീക്കാൻ നന്നായിട്ടിരിപ്പത് എന്തെന്നത് ചോദിച്ചപ്പോൾ സംസാരത്തിന്റെ പരമാർത്ഥ ചിന്തനം കൊണ്ട് സംസാര അഭിമാനങ്ങൾ കളയാമെന്നതിന് സംസാര വിവേകാർത്ഥമാകിയ ഭിക്ഷുഗീത കംസാരിദാനരുൾ ചെയ്തു. വഴി പോലെ സംസാരാദികൾ ഗുണമയമായി തോന്നുമെന്ന കംസവൈര്യം സാഖ്യം കൊണ്ടവിടത്തിൽ നന്നായി മായയാം ഗുണവൃത്തി അരുളി ചെയ്തു. ഗുണമയമാം വിഷയത്തിൽ ചേരാതെ ഗുണമായ വിഷയം വിട്ടിടുകിൽ മായാഹീനനായി പിന്നെ പുരുഷാർത്ഥത്തെ സാധ്യം ഇല്ല സംശയം എന്ന് ആയതിന് അയൽ തന്റെ കഥയവരുൾ ചെയ്തു.